നാടാകെ മാറുകയാണ്. വേഷത്തിലും ഭാഷയിലും രൂപത്തിലും എല്ലാം നാടാകെ മാറി മറിയുമ്പോൾ മരച്ചീനി മാത്രം എന്തിനാണ് മാറാതിരിക്കുന്നത്? ഈ കാഴ്ചയൊന്ന് കണ്ടു നോക്കുക. പണ്ടൊക്കെ മെലിഞ്ഞുണങ്ങി നീണ്ട മരച്ചീനിയായിരുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിലും കടകളിലും കമ്പോളങ്ങളിലും പച്ചക്കറി സ്റ്റാളുകളിലുമൊക്കെ നമുക്ക് വാങ്ങിക്കുവാനായി കിട്ടുന്നത്. ഇപ്പോഴത്തെ മരച്ചീനി കണ്ടാൽ ഇത് ചീനി തന്നെയാണോ കപ്പ തന്നെയാണോ എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നും. ഒരു കാലത്ത് മലയാളിയുടെ ഇഷ്ടവിഭവമായിരുന്ന കപ്പയാണിത്. പണ്ടൊക്കെ കപ്പയുടെ പരമാവധി വലിപ്പം ഇത്രയുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാഴ്ച കണ്ടാൽ കപ്പയാണോ തേങ്ങയാണോ ചക്കയാണോ എന്നറിയാത്ത ഭീമാകാരമായ വലിപ്പത്തിലാണ് പുതിയ കപ്പ. ഇതാണ് ഇപ്പോൾ കപ്പയായി നാം കാണുന്നത്. ഒരു കപ്പയുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു മാസം കറി വെക്കാമെന്ന് തോന്നും. ഇത്രയും വലിപ്പം. കപ്പയുടെ കാലം മാറി, നാടാകെ മാറിയപ്പോൾ കപ്പയും മാറി എന്നല്ലാതെ എന്തു പറയാൻ. പച്ചക്കറിക്ക് പൊതുമാർക്കറ്റിൽ വൻ വില വർധനവ്. തീവിലയാണ് പച്ചക്കറിക്ക്. തമിഴ്നാട്ടിൽ നിന്നുമുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് വില വർദ്ധിക്കുവാൻ കാരണമെന്ന് വ്യാപാര സമൂഹം. പച്ചക്കറിക്ക് വീണ്ടും തീവില. തമിഴ്നാട്ടിൽ നിന്നുമുള്ള പച്ചക്കറിയുടെ വരവ് ഗണ്യമായി കുറഞ്ഞു. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം തമിഴ്നാട്ടിൽ നിന്നും ഉരുളൻകിഴങ്ങ്, സവാള, തക്കാളി ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ വൻതോതിൽ ഇപ്പോൾ വരവ് കുറഞ്ഞതായി വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പോയ വാരത്തിൽ നിന്നും 10-20 രൂപ കിലോയിൽ വ്യത്യാസം പല പച്ചക്കറികൾക്കും ഉള്ളതായാണ് വ്യാപാര സമൂഹം പറയുന്നത്. പച്ചക്കറിയുടെ വില കമ്പോളത്തിൽ ഉയർന്നത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ തകർക്കുവാനാണ് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത്. സാധാരണ വീട്ടമ്മമാർ ഇപ്പോൾ പാചകവാതകത്തിന്റെ പേരിൽ നട്ടം തിരിയുന്നതോടൊപ്പം തന്നെ പച്ചക്കറിക്കും പാലിനുമൊക്കെ തീവിലയാകുമ്പോൾ കുടുംബ ബജറ്റ് താളം തെറ്റും എന്ന് ഉറപ്പുമാണ്.